എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നമ്മുടെ പറമ്പിൽ പുതിയൊരു അതിഥിയെ നടാൻ പോവുകയാണ്. അതെ, ഒരു നല്ല പ്ലാവ് തന്നെയാണ് ഇന്ന് നമ്മൾ വെക്കുന്നത്. അതിനായി ആദ്യം തന്നെ നല്ലൊരു കുഴി എടുക്കണം. പലരും വിചാരിക്കും വെറുതെ ഒരു ചെറിയ കുഴിയെടുത്ത് തൈ വച്ചാൽ മതിയെന്ന്. എന്നാൽ പ്ലാവ് പോലെയുള്ള വലിയ മരങ്ങൾ നടുമ്പോൾ കുഴിയുടെ ആഴവും വലിപ്പവും വളരെ പ്രധാനമാണ്. മണ്ണ് നന്നായി ഇളക്കി ചുരുങ്ങിയത് 1-2 അടി ആഴത്തിലോ വലിപ്പത്തിലും കുഴിയെടുക്കണം. എങ്കിൽ മാത്രമേ തൈയുടെ വേരുകൾക്ക് പെട്ടെന്ന് മണ്ണിലേക്ക് ഇറങ്ങിപ്പിടിക്കാനും നല്ല കരുത്തോടെ വളരാനും സാധിക്കുകയുള്ളൂ. കല്ലും വേരുകളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വേണം കുഴി പാകപ്പെടുത്താൻ. ഈ മണ്ണൊരുക്കൽ തന്നെയാണ് ഏതൊരു കൃഷിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം. കുഴിയെടുത്ത് കഴിഞ്ഞാൽ അടുത്ത പടി അതിലേക്ക് അത്യാവശ്യമായി അടിവളങ്ങൾ ചേർക്കുക എന്നതാണ്. ഇതിനായി ഞാൻ എടുത്തിരിക്കുന്നത് എല്ലുപൊടിയും നല്ല ഉണങ്ങിയ ചാണകപ്പൊടിയുമാണ്. ഇത് രണ്ടും കുഴിയിലേക്ക് ഇട്ട് താഴെയുള്ള മണ്ണുമായി നന്നായി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി നമ്മൾ ഈ പ്ലാവ് വളരെ പതുക്കെ കുഴിയിലേക്ക് വെക്കുകയാണ്. ഇതിൻ്റെ വേരുകൾക്ക് കേടുപാടുകൾ ഒന്നും വരാത്ത രീതിയിൽ കവർ മാറ്റി വേണം വെക്കാൻ. തൈ കുഴിയിൽ വെച്ച ശേഷം അതിൻ്റെ വേരുകൾക്ക് ചുറ്റുമായി വീണ്ടും കുറച്ചുകൂടി എല്ലുപൊടിയും ചാണകപ്പൊടിയും വിതറി കൊടുക്കുന്നുണ്ട്. ഇത് വേരുകൾ നന്നായി പിടിക്കാൻ സഹായിക്കും. രാസവളങ്ങൾ ഒന്നുമില്ലാതെ പൂർണ്ണമായും ജൈവ രീതിയിലാണ് നമ്മൾ ഈ പ്ലാവ് നടുന്നത്. ഈ അടിവളമാണ് നമ്മുടെ തൈക്ക് തുടക്കത്തിൽ വളരാൻ വേണ്ട എല്ലാ കരുത്തും നൽകുന്നത്. നമ്മൾ ഇന്ന് നട്ടുവെക്കുന്ന ഈ കുഞ്ഞു തൈ നാളെ ഒരു വലിയ മരമായി വളർന്നു നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. ഇനി നമുക്ക് മണ്ണിട്ട് ഈ കുഴി നന്നായി മൂടാം. തൈയുടെ ചുറ്റുമുള്ള മണ്ണ് ചെറുതായി ഒന്ന് ചവിട്ടി ഉറപ്പിച്ച് കൊടുക്കണം. അങ്ങനെ നമ്മുടെ പ്ലാവ് നടിൽ ഇവിടെ ഭംഗിയായി പൂർത്തിയിരിക്കുകയാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായ ചക്ക തരുന്ന ഈ പ്ലാവ് നമ്മുടെ തൊടിയുടെ വലിയൊരു ഐശ്വര്യമാണ്. ഇത് നല്ല രീതിയിൽ വളർന്ന് ഒത്തിരി ചക്കകൾ തരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്ലാവ് തണ്ടിൽ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വലിയൊരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നന്ദി.